മേരീസ് ലവ്ലി കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് വീട്ടിൽ ചിലപ്പോൾ തക്കാളിയൊക്കെ വാങ്ങിക്കഴിയുമ്പം ഇതുപോലെ ചീഞ്ഞു പോകാറുണ്ട്. ചീഞ്ഞു പോകുന്ന തക്കാളി നമ്മളെടുത്ത് കളയാറാണ് പതിവ്. ചീഞ്ഞു പോയ തക്കാളി കളയാതെ അത് വെച്ച് നമുക്ക് പലതരത്തിലുള്ള ഉപയോഗങ്ങളുമുണ്ട്. അതിൽ 2-3 ഉപയോഗങ്ങൾ ഏതൊക്കെയാണെന്നാണ് ഞാനിന്നിവിടെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇതിൽ നിന്നും ഒരു തക്കാളി ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ തക്കാളി നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഇതുപോലെ ഒന്ന് ഉടച്ചിടാം. കൈകൊണ്ട് തന്നെ ഒന്ന് ഞരടി പിഴിഞ്ഞെടുക്കാം. ഇത് ചീഞ്ഞിരിക്കുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് ഇതുപോലെ ഉടച്ചെടുക്കാനായിട്ട് പറ്റും. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ആ വെള്ളത്തിലേക്ക് ഇതൊന്നുകൂടെ ഒന്ന് ഞരടി പിഴിഞ്ഞ് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കാം. എന്നിട്ട് ഇത് നമുക്ക് അടച്ച് മാറ്റി വയ്ക്കാം. 2 ദിവസത്തേക്ക് നമുക്കിത് മാറ്റി വയ്ക്കാം. 2 ദിവസം ഇങ്ങനെ വെച്ചാൽ ഇതിന് സ്മെല്ലൊന്നും വരില്ല. നമ്മളിതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്തതാണ്. 2 ദിവസം കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതൊന്ന് പുളിച്ച് ഒരു പൂപ്പലൊക്കെ അതിൻ്റെ മുകളിൽ വന്നിട്ടുണ്ടാവും. നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് ഇതിലെ തക്കാളിയുടെ വിത്തുകൾ നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ടാണ്. അത് നമ്മൾക്ക് നട്ട് വയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ 2 ദിവസം കഴിഞ്ഞ് നമ്മൾ തുറന്ന് നോക്കുമ്പോൾ അത് ഇതുപോലെയായിരിക്കും കാണുക. ഇതുപോലെ അതിൻ്റെ മുകളിൽ പൂപ്പലൊക്കെ വന്നിട്ടുണ്ടാവും. എന്നാലും നമ്മളിത് ഇതുപോലെ ഒരുക്കി വെച്ച മണ്ണിലേക്ക് നമ്മൾക്കിത് നട്ട് കൊടുക്കാം. ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് കുറച്ച് മണ്ണിട്ടതൊന്ന് മൂടി വയ്ക്കുക. കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇതുപോലെ തക്കാളി തൈകൾ കിളിർത്ത് വന്നിട്ടുണ്ടാവും. നമ്മളിതുപോലെ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ചെയ്യുന്നത് കൊണ്ട് ഇതിൻ്റെ വിത്തുകളൊക്കെ നല്ല ആരോഗ്യമുള്ള തൈകളായിരിക്കും കിളിർത്ത് വരുന്നത്. കുറച്ച് വളർച്ച എത്തിക്കഴിയുമ്പോൾ തന്നെ നമുക്കിത് പറിച്ച് വേറെ ചട്ടികളിലേക്ക് മാറ്റി നടാം. അല്പം വലിപ്പം വച്ചതിന് ശേഷം മാത്രമേ വേറെ പറിച്ച് നടാനായിട്ട് പാടുള്ളൂ. ചീഞ്ഞ ഒരു തക്കാളി കൊണ്ട് നമ്മുടെ വീട്ടുമുറ്റം നിറയെ നമുക്ക് തക്കാളി തൈകൾ മുളപ്പിച്ചെടുക്കാനായിട്ട് പറ്റും. ഈ ടിപ്പ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്തൊരു ടിപ്പിലേക്ക് പോകാം. രണ്ടാമത്തെ ടിപ്പ് ചെയ്യാനായിട്ട് ഞാനിവിടെ ഇതുപോലെ പുറകുവശം ഒന്ന് കരിഞ്ഞ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിൻ്റെ കരി കളയാനായിട്ട് ഞാൻ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തതാണ്. പക്ഷേ യാതൊരു ഫലം ഉണ്ടായില്ല. ഇത് ബേക്കിംഗ് പൗഡറിൻ്റെ കൂട്ടത്തിൽ പല സാധനങ്ങളൊക്കെ ചേർത്തിട്ട് ഞാൻ ഒരുപാട് തേച്ച് കഴുകി നോക്കി. ഒരു രക്ഷയുമില്ല. അവസാനം ഈ ഒരു ടിപ്പാണ് ഞാനിപ്പോൾ ഇവിടെ ചെയ്യാൻ പോകുന്നത്. ഈ ചീഞ്ഞ തക്കാളി പറഞ്ഞ് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇതിനെ ഒന്ന് 2ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഈ പാത്രത്തിൻ്റെ ഇതിൻ്റെ മുകളിലേക്ക് കരിഞ്ഞു പിടിച്ചിരിക്കുന്ന ഭാഗത്തേക്ക് കുറച്ച് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം. ബേക്കിംഗ് സോഡ ഇപ്പോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന തക്കാളിയുടെ ഒരു കഷ്ണം എടുത്തിട്ട് അതുകൊണ്ട് ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കാം. നമ്മൾ പാത്രങ്ങൾ കഴുകാനായിട്ട് ഉപയോഗിക്കുന്ന സ്ക്രബ്ബർ വെച്ച് നന്നായിട്ട് ഉരച്ച് കഴുകിയെടുക്കാം. കഴുകാൻ വേണ്ടി തുടങ്ങിയപ്പോൾ തന്നെ അത് കുറേയൊക്കെ കരി പോകുന്നതായിട്ട് നമുക്ക് തന്നെ കാണാൻ പറ്റുന്നുണ്ട്. സ്ക്രബ്ബറൊക്കെ യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഞാൻ ഒരു ഗ്ലൗസ് എടുത്തിട്ടാണ് തേച്ച് കഴുകുന്നത്. ഇപ്പോൾ കുറേയൊക്കെ വെളുത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വെള്ളം ഒഴിച്ചൊന്ന് കഴുകി നോക്കാം. നേരത്തെ കരിഞ്ഞു പിടിച്ചിരുന്ന കുറേ ഭാഗം കരി ഒത്തിരി തന്നെ ഇളകി പോയിട്ടുണ്ട്. കുറേയൊക്കെ കളറായിട്ട് കിട്ടിയിട്ടുണ്ട്. ഞാൻ ഒരു പ്രാവശ്യം കൂടി ഇതുപോലെ ബേക്കിംഗ് സോഡയും തക്കാളിയുടെ അടുത്തൊരു കഷ്ണം കൂടി ഇരിപ്പുണ്ടല്ലോ അതും കൂടി എടുത്ത് ഒന്നും കൂടി ഒന്ന് കഴുകി നോക്കുകയാണ്. നേരത്തെ ചെയ്തതുപോലെ തന്നെ ബേക്കിംഗ് സോഡയുടെ മുകളിലേക്ക് ഈ തക്കാളിയുടെ കഷ്ണം വെച്ച് എല്ലായിടത്തും ഒന്ന് തേച്ച് കൊടുക്കാം. അതിനുശേഷം സ്ക്രബ്ബർ വെച്ചിട്ട് തേച്ച് കഴുകാം. ഇപ്പോൾ ഇത്രയും കരിയൊക്കെ പോയി കിട്ടിയിട്ടുണ്ട്. ഈ തക്കാളി അത്ര ചില്ലറക്കാരനല്ല. ഇപ്പോൾ നമ്മുടെ വീട്ടിൽ ചീഞ്ഞു പോയ തക്കാളിയൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ കരിഞ്ഞു പിടിച്ച പാത്രങ്ങൾ കഴുകാനും പാത്രത്തിൻ്റെ പുറം മാത്രമല്ല പാത്രത്തിൻ്റെ അകവും നന്നായിട്ട് കഴുകിയെടുക്കാനും ഈ തക്കാളി നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഞാനിത് ചെയ്യാനായിട്ട് കാരണം ഞാൻ ഇത് വീഡിയോ എടുക്കാതെ തന്നെ ഒരു പാത്രം ഇതുപോലെ കുറച്ച് കരിയുള്ളൊരു പാത്രം കഴുകിയിരുന്നു. ഈ ഒരു പാത്രമാണ് ഞാൻ വീഡിയോ എടുക്കുന്നതിന് മുന്നേ കഴുകിയത്. അത് നല്ല ക്ലിയറായിട്ട് കിട്ടിയതുകൊണ്ടാണ് ഞാൻ ഈ ഒരു പാത്രം കൂടുതൽ കരിയുള്ളൊരു പാത്രം കഴുകിയാൽ എങ്ങനെയാണ് ശരിയായിട്ട് കിട്ടണമെന്നുള്ളത് വീഡിയോയിലൂടെ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത്. ഏതായാലും നമുക്കത് കറക്റ്റായിട്ട് തന്നെ നല്ലതായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഒരു കുറച്ചും കൂടി കരി പോകാനുള്ളൂ. അതിപ്പം കുറച്ച് ദിവസം കഴിഞ്ഞ് അല്ലെങ്കിൽ ഒന്നും കൂടെ കഴുകിയെടുക്കുമ്പോഴേക്കും അത് നമുക്ക് ക്ലിയറായിട്ട് കിട്ടും. ഈ ഒരു കുക്കറിൻ്റെയും അടിഭാഗത്ത് ഇതുപോലെ കുറച്ച് കരിയുണ്ട്. അപ്പം ഞാൻ ഇതുപോലെ ഈ കുക്കറും കൂടി ഒന്ന് കഴുകിയെടുക്കാം. നേരത്തെ ചെയ്തതുപോലെ തന്നെ അല്പം ബേക്കിംഗ് സോഡ അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് തക്കാളിയുടെ ഒരു കഷ്ണം വെച്ചിട്ട് ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കാം. അതിനുശേഷം സ്ക്രബ്ബർ വെച്ചിട്ട് ഒന്ന് അരച്ച് കഴുകിയെടുക്കാം.
അതിൻ്റെ മുകളിലുള്ള കരിയൊക്കെ പോയത് നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. നല്ല ക്ലിയർ ആയിട്ട് തന്നെ നമുക്ക് ഈ കുക്കറിൻ്റെ അടിഭാഗം കിട്ടി. ഇതുപോലെ തന്നെ കുക്കറിൻ്റെ അകത്തെ ഭാഗവും നമുക്ക് തേച്ച് കഴുകിയെടുക്കാം. നമ്മൾ ചില സാധനങ്ങളൊക്കെ വേവിച്ച് കഴിയുമ്പോൾ കുക്കറിൻ്റെ ഒക്കെ അകത്തൊക്കെ കറ പിടിക്കാറുണ്ട്. അപ്പം അങ്ങനെയുള്ള കറകളൊക്കെ നമുക്ക് നന്നായിട്ട് കഴുകി പാത്രം നല്ല വൃത്തിയാക്കി എടുക്കാനായിട്ട് പറ്റും. ഈ രണ്ടാമത്തെ ടിപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. നമുക്ക് മൂന്നാമത്തെ ടിപ്പിലേക്ക് പോകാം. മൂന്നാമത്തെ ടിപ്പ് ചെയ്യുന്നതിനായിട്ട് ഇതുപോലെ ചീഞ്ഞ തക്കാളിയിൽ നിന്നും ഒരെണ്ണം എടുത്തിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്കൊന്ന് മുറിച്ചിട്ട് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് ഇതൊന്ന് അടിച്ചെടുക്കാം. ഇതിപ്പോൾ നമ്മൾ നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. മിക്സിയുടെ ജാറ് കഴുകിയിട്ട് ആ വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കുറച്ചുകൂടി വെള്ളം ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്കിത് അടച്ചു വയ്ക്കാം. ഇത് നമുക്ക് ഇതുപോലെ അടച്ചു വയ്ക്കാം. ഒരു ദിവസം ഇതുപോലെ മാറ്റി വയ്ക്കാം. ഒരു ദിവസം ഇത് വെച്ച് കഴിയുമ്പം ഇതൊന്ന് പുളിച്ച് കിട്ടും. ഈ പുളിച്ച തക്കാളി മിക്സിൽ നിന്നും കുറച്ച് വേറൊരു പാത്രത്തിലേക്ക് നമുക്ക് ഒഴിച്ചെടുക്കാം. ഈ കുറച്ച് മാത്രം എടുത്താൽ മതി. അതിലേക്ക് കുറച്ച് വെള്ളം അധികം ചേർത്ത് ഡൈല്യൂട്ട് ചെയ്തതിന് ശേഷം നമുക്കിത് ചെടികളുടെ ചോട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ചെടികളൊക്കെ നന്നായിട്ട് വളരുന്നതിനും പൂക്കളൊക്കെ ഉണ്ടാകുന്നതിനും നല്ലൊരു വളമാണ് ഈ തക്കാളിയുടെ മിക്സ്. ഇത് ചെടികളുടെയൊക്കെ ചോട്ടിലേക്ക് ഇങ്ങനെ തന്നെ കൊണ്ട് ഒഴിക്കരുത്. എപ്പോഴും അത് ഡൈല്യൂട്ട് ചെയ്തിട്ട് മാത്രമേ ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ. ചീഞ്ഞ തക്കാളി വെച്ച് നമുക്ക് ഇനിയും പല ഉപയോഗങ്ങളുമുണ്ട്. ഞാനിപ്പോൾ ഇവിടെ ഒരു 3 എണ്ണമാണ് ഷെയർ ചെയ്തിട്ടുള്ളൂ. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളുടെ കമൻസൊക്കെ ഒന്ന് അറിയിക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.